ഇവന്മാരുടെ മക്കൾക്ക് സൂഹിക്കാൻ വേണ്ടിയല്ലേ ഇവന്മാർ ഈ കള്ളപ്പണമൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. അതല്ലേ സത്യം. ഇവിടെ ഒരു പനി വന്ന ആശുപത്രി പോയാൽ നല്ലൊരു ചികിത്സ കിട്ടുമോ? കോർപ്പറേഷൻ പൈപ്പിൽ വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അത് ഓർക്കുമ്പോ തന്നെ നാണക്കേടാ. സിറ്റിസൺ വെച്ച കണ്ടില്ലേ ആപ്പ്. കള്ളപ്പണം കൊണ്ട് AC വലിയൊരു ബംഗ്ലാവ് വാങ്ങിച്ചില്ലേ? AC കാറിലായിരുന്നല്ലോ യാത്ര. യവന്മാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ. യവന്മാരൊക്കെ വെളിയിൽ പോയി സെറ്റിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെ പോകാൻ പറ്റുമെന്നാ? സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പാസ്പോർട്ട് അവർ പിടിച്ചു വെക്കില്ലേ? ഇത് നടക്കണം. നടന്നില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ മാപ്പിൽ നിന്ന് തന്നെ അത്തിപ്പറ്റി കാണാതായതുപോലെ നാളെ വേൾഡ് മാപ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്ത്യ തന്നെ കാണാതായില്ലെന്ന് വരും. വേണ്ട മൈലോൺ, ഇദ്ദേഹം പറഞ്ഞ ശിക്ഷ ഞങ്ങൾ തരരുത്. ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങളുടെ ഭാര്യയും മക്കളെയും എന്തിനാണ് വെറുതെ ശിക്ഷിക്കുന്നത്? പ്ലീസ് വിട്ടേക്കൂ മൈലോൺ. സൗജന്യം പോലും ഇല്ലാതെ ഈ നാട്ടില് ഞങ്ങളുടെ കുടുംബക്കാരോടൊപ്പം എവിടെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? ഞങ്ങളെ ഒറ്റയടിക്ക് തന്നെ കൊന്നുകളഞ്ഞേക്ക് പ്ലീസ്. ഞങ്ങൾക്ക് ഇതുപോലുള്ള ഈ നീതിപീഠം ഇതുപോലെ വ്യത്യസ്തമായ ഒരു കേസ് ആദ്യമായിട്ടാണ് നേരിടുന്നത്. തെറ്റുകളൊന്നും നടക്കാതെ നോക്കേണ്ടതാണ് നിയമപാലകരുടെ കർത്തവ്യം. എന്നാൽ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുന്ന രീതിയാണ് ഈ നീതിപീഠവും നിയമവും ഇതുവരെ ചെയ്തു വന്നിരുന്നത്. നമ്മുടെ നാട്ടിൽ തെറ്റുകൾ നടക്കാതിരിക്കാനുള്ള വഴികളുള്ളതായും അതിനുള്ള കടമ ഈ നീതിപീഠത്തിനുണ്ടെന്നുള്ളതും യഥാ ഇവിടെ സിറ്റിസൺ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. തനിക്ക് നന്നായി ജീവിക്കണമെന്ന ആഗ്രഹത്തിലുപരി ഈ നാട് നന്നായിരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പോരാടിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ ഉയർന്നു നിൽക്കണമെന്ന്, മറ്റു രാജ്യങ്ങൾക്ക് വലിയൊരു ഉദാഹരണമായി മാറണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതിനാൽ സിറ്റിസൺ മുന്നോട്ട് വച്ച ശിക്ഷാ നടപടികളെ ഈ നീതിപീഠം സ്വമേധയാ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തികളെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കാൻ ഈ നീതിപീഠം ഉത്തരവിടുകയാണ്.